ഹലോ എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ, ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 2 ദിവസം മുന്നേ മിനിഞ്ഞാന്ന് ഔട്ടായിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിൻഡോ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ 16 തൊട്ട് മെയ് 7 വരെയാണ്. എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ജൂൺ 21 തൊട്ട് ജൂൺ 30 വരെയാണ് എക്സാം നടക്കുക. ഓക്കെ, സബ്ജക്റ്റ് വൈസ് എക്സാം ഷെഡ്യൂൾ വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു ഡേറ്റിലായിരിക്കും എക്സാം നടക്കുക എന്നുള്ളതാണ്. അപ്പം ആപ്ലിക്കേഷൻ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഡോണ്ട് കീപ്പ് ഇറ്റ് ഫോർ ലാസ്റ്റ് മൊമെൻറ്റ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നമ്മളത് വെക്കരുത്. ഫസ്റ്റ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്നു. പല സ്റ്റുഡൻസും ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്നു. അതായത് പിന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സാഹചര്യം, പിന്നെ ഇൻ ബിറ്റ്വീൻ പിന്നെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പം ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഒരുപാട് ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ലാസ്റ്റ് മൊമെൻ്റ് എന്നുള്ളതാണ്. യെസ്, അപ്പം ഏപ്രിൽ 16 നോട്ടിഫിക്കേഷൻ വന്നത്. മെയ് 7 വരെയാണ് ആപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസം പോലും ഇല്ല, ഒരു മാസം പോലും നമുക്ക് അപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ്, നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്താണ് നമ്മൾ പോയി എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? അപ്പം ലാസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് സെൻറ്റർ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത സ്ഥലം കിട്ടണമെന്നില്ല. ദർ ഇസ് എ ചാൻസ് ദാറ്റ് വി വോണ്ട്, അല്ലെങ്കിൽ വി ഡോണ്ട് ഗെറ്റ് ഫസ്റ്റ് പ്രിഫറൻസ് സെൻറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഐഫറിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ജൂൺ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ബാച്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ അത് നോട്ട് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സാണ് സ്റ്റുഡൻറ്റ് ഓഫർ 10%, മദർ ഓഫർ 20%, ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ 30%, അലുമിനി ഓഫർ 50%. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 10%, 10% ഓഫർ ഉണ്ടാവും. മദർ ആണെങ്കിൽ 20% ഓഫർ ഉണ്ടാവും. ഗ്രൂപ്പ് ജോയിനിങ്, നിങ്ങൾ കുറച്ച് പേര് ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 30% ഓഫർ ഉണ്ടാവും. അലുമിനി ഓഫർ ആണെങ്കിൽ 50% ആണ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ഐഫർ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ മികച്ച റിസൾട്ട്, എല്ലാ പ്രാവശ്യവും മികച്ച റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വർത്ത്. അപ്പോൾ ആ ഒരു ഈ ഒരു ഓഫർ നിങ്ങൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ബിലോങ്സ് ടു ദിസ് കാറ്റഗറി, ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഓഫർ അവൈൽ ചെയ്യുക എന്നുള്ളതാണ്, ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ ക്ലാസ്സസ്, ഫ്രീ ടെസ്റ്റ്, ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം എന്താണ് ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആകുക എന്നുള്ളതാണ്. ഓക്കെ, ഒറ്റ പൈസ കൊടുക്കണ്ട. ഓക്കെ, ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആകും. ഫ്രീ ക്ലാസ്സസ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആകും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു QR കോഡ് പിന്നെ യൂസ് ചെയ്യാന്നുള്ളതാണ്. QR കോഡ് വഴി നമുക്ക് ജോയിൻ ചെയ്യാം. പേപ്പർ 2നും പൊളിറ്റിക്കൽ സയൻസിനും പിന്നെ ഗ്രൂപ്പുണ്ട്, പേപ്പർ 1നും ഗ്രൂപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പറാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് എന്ന് ഉറപ്പ് വരുത്തുക. ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ്, ഫ്രീ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ എല്ലാവരും ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ആഡഡ് അല്ല അല്ലെങ്കിൽ പാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാകുക. ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, ഫ്രീ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താണ് എടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫില്ല് ചെയ്താൽ ഐഫറിനെ കുറിച്ചും ഐഫറിൻ്റെ കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അതും ഫില്ല് ചെയ്യുക. ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കരുത്. ട്രസ്റ്റ് മീ, ദിസ് വിൽ എൻഹാൻസ് യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനെ എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ഒരുപാട് പല രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇടുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ച ടോപ്പിക്സ് അല്ലെ ചോദിച്ച രീതിയിലുള്ള ടോപ്പിക്സ് ഉണ്ടാവില്ല, നോളജിക്കലായുള്ള കാര്യങ്ങൾ, പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ മെയിനായിട്ട് നമ്മൾ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മെയിനായിട്ട് ഇടുന്നത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, അപ്പം എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ്, ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ ഇടുന്നത് എന്നുള്ളതാണ്, ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ആഫ്രിക്ക യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്രിക്ക യൂണിയൻ എന്ന് പറയുന്ന റീജിയണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. IR റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റീജിയണൽ ഓർഗനൈസേഷൻ, മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്ക യൂണിയൻ എന്താണ്, ആഫ്രിക്ക യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്രിക്ക യൂണിയൻ ഈസ് എ കോണ്ടിനെൻ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങൾ മെമ്പേഴ്സ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണ് എന്ത്, ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോണ്ടിനെന്റൽ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 55 മെമ്പർ സ്റ്റേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആഫ്രിക്ക യൂണിയൻ, ASEAN, G20, പിന്നെ സാർക്ക് അല്ലെങ്കിൽ പിന്നെ G7, ഈ പറയുന്ന റീജ് ഓർഗനൈസേഷനെ തരും. മെമ്പർ സ്റ്റേറ്റ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സും തരും. നമ്മൾ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആഫ്രിക്ക യൂണിയൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മെമ്പർ സ്റ്റേറ്റ്, ഹൗ മെനി മെമ്പർ സ്റ്റേറ്റ്സ് ആർ ദർ ഇൻ ആഫ്രിക്ക യൂണിയൻ? 50 അല്ല, 51 അല്ല, 52 അല്ല, 53 അല്ല, 54 അല്ല, 55 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ആഫ്രിക്ക യൂണിയനിൽ ഉള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് കംപ്രൈസ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ് കൺട്രീസ്. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് ആണ്. അപ്പം ആ കോണ്ടിനെന്റിൽ വരുന്ന 55 രാജ്യങ്ങളാണ് ആഫ്രിക്ക യൂണിയന്റെ മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ആഫ്രിക്ക യൂണിയന്റെ ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത്, ആഫ്രിക്കൻ യൂണിയന്റെ പ്രൊഡസസർ അല്ലെങ്കിൽ ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്ക യൂണിറ്റി ആണ്. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്ക യൂണിറ്റി. ഓക്കെ, അപ്പം 1963 സ്ഥാപിതമായ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്ക യൂണിറ്റി ആണ് എന്ത്, ആഫ്രിക്ക യൂണിയന്റെ ഇനീഷ്യൽ ഫോം. ആഫ്രിക്ക യൂണിയൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്ക യൂണിറ്റിയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ആഫ്രിക്ക യൂണിയൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ റിഫോംഡ് ആയിട്ടുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള സംഭവമാണ് ആഫ്രിക്ക യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്ക യൂണിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 25th May 1963 when 32 heads of independent African states signed OUA charter in Addis Ababa, Ethiopia. അപ്പം 32 heads of states ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഇൻഡിപെൻഡന്റ് ആ ഒരു സമയത്ത് 1963 അല്ലെ 1950 അല്ലെങ്കിൽ 1960 എന്ന് പറയുന്നത് 1950s 1960s എന്ന് പറയുന്നത് ഡീകോളനൈസേഷൻ പീരീഡ് ആണ്. ഒരുപാട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെങ്കിൽ ഡീകോളനൈസ്ഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഡീകോളനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ആഫ്രിക്കൻ രാജ്യം 32 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരുമിച്ച് സൈൻ ചെയ്തുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു റീജിയണൽ എൻറ്റൈറ്റി അല്ലെ ബോഡിയാണ് എന്ത്, ഒരു കോണ്ടിനെന്റൽ ബോഡിയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസേഷൻ ആഫ്രിക്ക യൂണിറ്റി എന്ന് പറയുന്നത്. 1963 to establish the organization Africa Unity. This initiative was taken as a pan-African vision for a united and free Africa with a major focus on the African people's freedom, justice, equality and dignity. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ 32 രാജ്യങ്ങൾക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഒരിക്കലും എന്താണ് നഷ്ടപ്പെടരുത്. ഓക്കെ,
പാൻ ആഫ്രിക്കൻ വിഷൻ ഫോർ എ യുണൈറ്റഡ് ആൻഡ് ഫ്രീ ആഫ്രിക്ക വിത്ത് എ മേജർ ഫോക്കസ് ഓൺ ദ ആഫ്രിക്കൻ പീപ്പിൾസ് ഫ്രീഡം, ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. അപ്പൊ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഒരിക്കലും എന്താണ്, പിന്നെ പോവരുത്, നമ്മളെ കയ്യിൽ നിന്ന് പോവരുത്. അപ്പൊ ആ ഒരു ഫ്രീഡം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിറ്റി വാസ് ടു എറാഡിക്കേറ്റ് ദ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് ഫ്രം കൊളോണൈസേഷൻ ടു പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി. അപ്പം കൊളോണൈസ് ഒരിക്കൽ കൂടി നമ്മളെ നമ്മൾ കൊളോണൈസ് ഒരു കൊളോണിയൽ പവറിന്റെ അണ്ടറിലാവരുത്. ഓക്കെ, ഒരു കൊളോണിയൽ പവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, നമ്മൾ കൊളോണൈസ്ഡ് ആവരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഒരുമിച്ച് നിൽക്കണം. ഓക്കെ, ഒരുമിച്ച് നിന്നുകൊണ്ട് എന്താണ്, മാക്സിമം ഇനി ഒരു കൊളോണിയൽ പവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, അല്ലെ നമ്മളെ കൺട്രോൾ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടിയ ആ ഡിഗ്നിറ്റി എന്താണ്, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, ഒരുമിച്ച് നിന്നിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പോൾ എന്താണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഐ മീൻ ആ ഒരു യൂണിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താ, അത് നഷ്ടപ്പെടാം. ബിക്കോസ് ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ് അല്ല, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, അവർ വളരെ വൾണറബിൾ ആണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണ്, പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലി, ഇൻ എവറി സെൻസ് ദേ വർ ബാക്ക്വേർഡ്. ഓക്കെ, എക്സ്പെഷ്യലി എക്കണോമിക്കലി. ഓക്കെ, അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള ആ ഒരു ഇതിൽ ഐഡിയയിൽ ആണ് ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിറ്റി വന്ന് മെയിനായിട്ട് അവർക്ക് കിട്ടിയ അവർ പൊരുതി നേടിയ സ്വാതന്ത്ര്യം. ഓക്കെ, സ്വാതന്ത്ര്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇനി ഒരു കൊളോണിയൽ പവർ നമ്മളെ കൺട്രോൾ ചെയ്യരുത്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. വി ഹാവ് ടു ബി ഫ്രീ മൂവിങ് ഫോർവേഡ്. അപ്പോൾ ആ ഒരു അജണ്ടയിലാണ് മെയിനായിട്ട് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായത്. Yes. On 9th September 1999, the heads of states and government of the Organization of African Unity called for the establishment of African Union through the certain declaration to enable the role of Africa in the global economy. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയുടെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആണ്, അല്ലെ റിഫോംഡ് വേർഷൻ ആണ് എന്ത്, ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. Therefore, the African Union was officially launched in July 2002 in Durban, South Africa. Officially launched in 2002 in Durban, South Africa. Headquarters Addis Ababa, Ethiopia. Okay, എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? എത്യോപ്യയിലെ അദീസ് അബബയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പം ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സക്സസർ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി. അപ്പോൾ ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിറ്റിയുടെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആണ്, റിഫോംഡ് വേർഷൻ ആണ്. ഓക്കെ, റീഷേപ്ഡ് അല്ലെ റീസ്ട്രക്ചർഡ് വേർഷൻ ആണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായത്, ഒഫീഷ്യലി ലോഞ്ച് ആയത് ജൂലൈ 2002 ഇൻ ദർബാൻ, സൗത്ത് ആഫ്രിക്കയാണ്, ത്രൂ സർട്ടൻ ഡിക്ലറേഷൻ. ഓക്കെ, അല്ല, കോൾ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ്. അപ്പം 1999 ദേ കോൾ ഫോർ ദി. അപ്പം 4 സമ്മിറ്റിലൂടെയാണ്, 4 സമ്മിറ്റ്, ഒരു പ്രോസസ്സാണ്. ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്. ഓക്കെ, സർട്ടേ സമ്മിറ്റിൽ നമ്മളത് 4 സമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ 4 സമ്മിറ്റിലൂടെയാണ് ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായത് എന്നുള്ളത്. അപ്പോൾ ആ 4 സമ്മിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നോട്ട് ചെയ്യുക, അദീസ് അബബ, എത്യോപ്യ. ഓക്കെ, അപ്പോൾ 4 സമ്മിറ്റ്സ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പം 4 സമ്മിറ്റ്, ഇതൊരു ലോങ് പ്രോസസ് ആണ്, ഒരു 4 ഇയർ പ്രോസസ് ആണ്. ഓക്കെ, അപ്പം അത് പിന്നെ ആ സമ്മിറ്റ് ഏതൊക്കെയാണ്, ആ പ്രോസസ് അല്ലെങ്കിൽ ആ സമ്മിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സർട്ടേ എക്സ്ട്രാ ഓർഡിനറി സെക്ഷൻ, ഫസ്റ്റ് സമ്മിറ്റ് എന്ന് പറയുന്നത് സർട്ടേ എക്സ്ട്രാ ഓർഡിനറി സെക്ഷൻ ലിബിയയിൽ നടക്കുന്നത് 1999, ഡിസൈഡ് ടു എസ്റ്റാബ്ലിഷ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പൊ ഈ ഒരു സമ്മിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിക്കാം എന്നുള്ള തീരുമാനമായി എന്നുള്ളതാണ്. ലിബിയയിൽ നടന്ന സർട്ടേ എക്സ്ട്രാ ഓർഡിനറി സമ്മിറ്റ് അല്ലെ സെക്ഷനിൽ എന്താണ്, ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിക്കണം. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു റീജിയണൽ കോണ്ടിനെന്റൽ ബോഡി, ഒരു എക്സ്പാൻഡ് വേർഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിക്കണമെന്ന് തീരുമാനമായി. ദ ലോം സമ്മിറ്റ്, ടോഗോയിൽ നടന്ന ലോം സമ്മിറ്റിൽ 2000 നടക്കുന്നത്, അഡോപ്റ്റഡ് ദി കൺസ്ട്രക്റ്റീവ് ആക്ട് ഓഫ് ദി യൂണിയൻ. അപ്പോൾ ആ ഒരു ആക്ട് വരികയാണ്, ഒരു ആക്ട് അവിടെ അവർ ഫ്രെയിം ചെയ്യാണ് എന്നുള്ള, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാണ്.
ഓക്കെ, ഏത് രീതിയിലാണ് ആഫ്രിക്കൻ യൂണിയൻ അഡോപ്റ്റ് സ്ഥാപിക്കേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ നേച്ചർ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് ഒരു ഐഡിയ വെച്ചുകൊണ്ട് ദി അഡോപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആക്ട് ഓഫ് ദി യൂണിയൻ ത്രൂ ലോം സമ്മിറ്റ് ഓക്കെ 2000. ലുസാക്ക സമ്മിറ്റ്, സാമ്യയിൽ നടന്ന ലുസാക്ക സമ്മിറ്റ് 2001 ഡ്രൂ ദ റോഡ് മാപ്പ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിയൻ. അപ്പം അവര് പിന്നെ എന്താ പറയാ, പിന്നെ ആദ്യം അത് തീരുമാനത്തിനനുസരിച്ചൊരു ആക്ട് ആക്ട് അവർ സ്ഥാപിച്ചു. എങ്ങനെയാണ് നമ്മളത് ഏത് രീതിയിലായിരിക്കണം ആഫ്രിക്കൻ യൂണിയൻ എങ്ങനെയായിരിക്കണം, വാട്ട് ഷുഡ് ബി ദ നേച്ചർ, വാട്ട് ഷുഡ് ബി ഇറ്റ്സ് സ്ട്രക്ചർ. പിന്നെ വരുന്നതാണ് റോഡ് മാപ്പ്, ഒരു പ്ലാനാണ് എങ്ങനെയാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞ ആക്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു റോഡ് മാപ്പാണ്, അതിനൊരു ബ്ലൂ പ്രിന്റ് ആണ്, അതിനൊരു പ്ലാനാണ്. അതാണ് ലുസാക്ക സമ്മിറ്റ് സാമ്പിൾ 2001 നടന്ന 2001 നടന്ന ലുസാക്ക സമ്മിറ്റിൽ വരുന്നത്. ദർബാൻ സമ്മിറ്റ്, ഫൈനൽ സമ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ദർബാൻ സമ്മിറ്റിൽ ലോഞ്ച് ദ ആഫ്രിക്കൻ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ആഫ്രിക്കൻ യൂണിയൻ ഒഫീഷ്യലി അവിടെ ലോഞ്ച് ചെയ്തു. ഓക്കെ, in the Durban summit held in South Africa and convened the first assembly of the heads of state of the African. അപ്പം ഫസ്റ്റ് അസംബ്ലി ദർബാനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ലോങ് പ്രോസസ്. ഈ ഒരു 4 സമ്മിറ്റിലൂടെയാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന കോണ്ടിനെന്റൽ ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് സമ്മിറ്റ് എന്ന് പറയുന്നത് സെർട്ടെ എക്സ്റ്റേണൽ സമ്മിറ്റ് 1999, ലോങ് സമ്മിറ്റ് 2000, ലുസാക്ക സമ്മിറ്റ് സാംബിയ, ദർബാൻ സമ്മിറ്റ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഈ 4 സമ്മിറ്റിലൂടെയാണ് എന്ത് ആഫ്രിക്കൻ യൂണിയൻ രൂപം കൊള്ളുന്നത്. ഓക്കെ, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അസംബ്ലി, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് ദി ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ഓഫ് മെമ്പർ കൺട്രീസ്. അപ്പോൾ അസംബ്ലി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. അപ്പം ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്, പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പിന്നെ അസംബ്ലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ബോഡി എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. പിന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് മെയ്ഡ് അപ്പ് ഓഫ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ്, ഹാൻഡിൽസ് പോളിസി മാറ്റേഴ്സ് ആൻഡ് മേക്സ് റെക്കമെൻഡേഷൻസ് ടു ദ അസംബ്ലി. അപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെയിനായിട്ട് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് ആണ് വരുന്നത്. മെയിനായിട്ടുള്ള പോളിസി മാറ്റേഴ്സ്, അജണ്ട കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് നോക്കുന്നത്. ആൻഡ് റെക്കമെൻഡ് അസംബ്ലി make recommendations to the assembly. Decision making, when it comes to decision making, important major recommendations ഒക്കെ പിന്നെ അസംബ്ലിക്ക് കൊടുക്കുന്ന ആരാണ്? സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. പിന്നെ വരുന്നതാണ് ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ, ഹെഡ്ക്വാർട്ടേർഡ് ഇൻ ആദിസ് അബ, ഇസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ബോഡിയാണ് ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ. എക്സിക്യൂട്ടീവ് ബോഡിയാണ് ആഫ്രിക്കൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ബോഡിയാണ് ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഡിസിഷൻസ് ഓഫ് ദി അസംബ്ലി ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അപ്പം അസംബ്ലിയുടെ ഡിസിഷൻസും എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഡിസിഷൻസ് ഒക്കെ ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ ആണ് എന്നുള്ളതാണ്. ദ പീസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പം ആഫ്രിക്കയിൽ മെയിനായിട്ട് പീസ് ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ദ പീസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിലിനാണ് എന്നുള്ളതാണ്. ദ ആഫ്രിക്കൻ യൂണിയൻ സ്ട്രക്ചർ പ്രൊമോട്ട്സ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ആഫ്രിക്കൻ സിറ്റിസൺസ് ആൻഡ് സിവിൽ സൊസൈറ്റി ത്രൂ പാൻ ആഫ്രിക്കൻ പാർലമെന്റ് ആൻഡ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൗൺസിൽ. അപ്പം പിന്നെ ഒരു സിവിൽ സൊസൈറ്റി ഇൻവോൾവ്മെന്റ്, പീപ്പിൾസ് ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലാണ് ആഫ്രിക്കൻ യൂണിയൻ എൻഷുർ ചെയ്യുന്നത്? ആഫ്രിക്കൻ യൂണിയനിൽ പീപ്പിൾസ് ഇൻവോൾവ്മെന്റ് അല്ലെ സിവിൽ സൊസൈറ്റി ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലാണ് ആഫ്രിക്കൻ യൂണിയൻ എൻഷുർ ചെയ്യുന്നത്? ഒരു പാൻ ആഫ്രിക്കൻ പാർലമെന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൗൺസിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ, ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് വരുന്നത്. അസംബ്ലി, മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് കൗൺസിൽ that deals with policy matters and makes suggestions, recommendations to assembly, African Union Commission, the Peace and Security Council. അപ്പോൾ ഈ രീതിയിലാണ് സ്ട്രക്ചർ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, സൊസൈറ്റി പാർട്ടിസിപ്പേഷൻ ഏത് രീതിയിലാണ് എൻഷുർ ചെയ്യുന്നത്? ഒരു പാൻ ആഫ്രിക്കൻ പാർലമെന്റ് ആൻഡ് എക്കണോമിക് ത്രൂ പാൻ ആഫ്രിക്കൻ പാർലമെന്റ് ആൻഡ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൗൺസിൽ. ഓക്കെ, യെസ്. അജണ്ട 2063. എന്താണ് അജണ്ട 2063? ആഫ്രിക്കൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കോണ്ടിനെന്റ് ആണ് അല്ലേ, എന്താ പറയാ, ഡെവലപ്ഡ് ആയിട്ടില്ല, പക്ഷെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഗോയിങ് ത്രൂ മെനി കൈൻഡ് ഓഫ് സ്ട്രഗിൾസ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്. അപ്പം ആ ഒരു പിന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ബൈ 2063 ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് അജണ്ട 2023 കൊണ്ട് 63 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 63 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കാസ് ബ്ലൂ പ്രിന്റ് ഫോർ ആൻഡ് മാസ്റ്റർ പ്ലാൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ആഫ്രിക്ക ഇൻടു എ ഗ്ലോബൽ പവർ ഹൗസ് ഓഫ് ദ ഫ്യൂച്ചർ. അതായത് ഒരു മെയിൻ എന്താ പറയുക, എക്കണോമിക്കലി സ്പീക്കിംഗ്, പൊളിറ്റിക്കലി സ്പീക്കിംഗ്, സോഷ്യൽ, ഇൻ എവറി സെൻസ് ആഫ്രിക്കനെ എന്താണ് ഒരു മേജർ കോണ്ടിനെന്റ് ആയിട്ട് മാറ്റാം, മേജർ പവർ ഹൗസ് ആയിട്ട് മാറ്റാം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഒരു ഡെവലപ്ഡ്
കോണ്ടിനെൻ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് അജണ്ട 2063 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ കോണ്ടിനെന്റ് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ദാറ്റ് എയിംസ് ടു ഡെലിവർ ഓൺ ഇറ്റ്സ് ഗോൾ ഫോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് is a concrete manifestation of Pan-African drive for unity, self-determination, freedom, progress and collective prosperity pursued under Pan-Africanism and African Renaissance. അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട് എന്താണ് നമുക്ക് ആഫ്രിക്കനെ ഡെവലപ്പ് ചെയ്യാം, ആഫ്രിക്കൻ്റെ പ്രോഗ്രസ് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഒരുമിച്ച് മുന്നോട്ട് പോയി ആഫ്രിക്കനെ എന്താണ് ഒരു ഡെവലപ്ഡ് കോണ്ടിനെൻ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്, ഒരു പ്രോഗ്രസീവ് ഡെവലപ്ഡ് കോണ്ടിനെൻ്റ് ആയിട്ട് മാറ്റാം ഇൻ എവറി സെൻസ്. അതാണ് അജണ്ട 2063 ആസ് ആൻ അഫർമേഷൻ ഓഫ് ദ കമ്മിറ്റ്മെന്റ് ടു സപ്പോർട്ട് ആഫ്രിക്കാസ് ന്യൂ പാത്ത് ഫോർ അറ്റൈനിങ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. African heads of state and government signed the 15th anniversary solemn declaration during the Golden Jubilee celebration of the formation of Organization of African Unity in May 2013. അപ്പോൾ 2013 ഇത് സൈൻ ചെയ്യുന്നത്. അതായത് അടുത്ത 50 വർഷത്തിനുള്ളിൽ ആഫ്രിക്കനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം, റിഫോം ചെയ്യണം, റീഷേപ്പ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. എന്തിന്? ഗ്ലോബൽ അറ്റ് ദ ഗ്ലോബൽ ലെവൽ ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ഡെവലപ്ഡ് കോണ്ടിനെന്റ് അല്ലെങ്കിൽ പവർ ഹൗസ്, ഗ്ലോബൽ പവർ ഹൗസ്. അപ്പം അതിനുവേണ്ടിയാണെന്ത് അജണ്ട 2063 വരുന്നത്. അപ്പം അജണ്ട 2063 ഈസ് റിലേറ്റഡ് ടു ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയൻ മുന്നോട്ട് വെച്ച ഒരു റോഡ് മാപ്പാണ്, ബ്ലൂ പ്രിന്റ് ആണ് ഫോർ എ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫോർ അറ്റൈനിങ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ആഫ്രിക്ക. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അജണ്ട 2063 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം ആഫ്രിക്കൻ യൂണിയൻ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. അതായത് 55 മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോണ്ടിനെൻ്റൽ ഓർഗനൈസേഷനാണ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത്, പ്രൊഡസസർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിറ്റി ആണ്. 1963 രൂപം കൊണ്ട വിത്ത് 32 ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് സൈനിങ് ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിറ്റി ചാർട്ടർ in 1963. അപ്പം ഈ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആഫ്രിക്കൻ യൂണിയൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആണ്, റിഫോംഡ് റീസ്ട്രക്ചേർഡ് എക്സ്പാൻഡഡ് വേർഷൻ ആണ് ഇത് ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം 4 സമ്മിറ്റ് ആണ് ആഫ്രിക്കൻ യൂണിയനിലേക്ക്, ആഫ്രിക്കൻ യൂണിയൻ 4 സമ്മിറ്റ്സിലൂടെയാണ് ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായത്. അതായത് സർട്ടേ സമ്മിറ്റ്, ലോം സമ്മിറ്റ്, ലുസാക്ക സമ്മിറ്റ് ആൻഡ് ഡർബൻ സമ്മിറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ് ഇറ്റ് വാസ് എ ലോങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ ആദിസ് അബബ, എത്യോപ്യയിലാണ്. പിന്നെ അജണ്ട 2063 ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫോമിങ് ആഫ്രിക്ക ബൈ എൻഷുറിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ 2063. 2063 ആവുമ്പോഴത്തേക്കും എന്താണ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആയിരിക്കണം ഇൻ എവറി സെൻസ്, പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി സ്പീക്കിംഗ്. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആഫ്രിക്കൻ യൂണിയൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഐഫറിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓഫേഴ്സ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ഓഫർ 10%, മദർ ഓഫർ 20%, ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ 30%, അലുമിനി ഓഫർ 50%. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ, ഇഫ് യു ബിലോങ്സ് ടു എനി ഓഫ് ദീസ് 4 കാറ്റഗറീസ്, പ്ലീസ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ഐഫറിനെ കോഴ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഗൈഡൻസ് ഗ്രൂപ്പ്, ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ്. അപ്പം ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ ക്ലാസ്സസ്, ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഒറ്റ പൈസ കൊടുക്കേണ്ട എന്നുള്ളതാണ്. പിന്നെ ദിസ് വിൽ എൻഹാൻസ് യുവർ പ്രിപ്പറേഷൻ. ദിസ് വിൽ ടേക്ക് യുവർ പ്രിപ്പറേഷൻ ടു എ ന്യൂ ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ എന്ന് ട്രസ്റ്റ് മീ എന്നുള്ളതാണ്. ദിസ് വിൽ എൻഹാൻസ് യുവർ പ്രിപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. യെസ്. അപ്പം ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം എല്ലാ കാര്യങ്ങളും ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ലാസ്റ്റ് മൊമെൻറ്റ്. സംടൈംസ് ഇറ്റ് വിൽ ബിക്കം കോംപ്ലിക്കേറ്റഡ്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. യെസ്, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ, ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം.